ഹലോ ഗൈസ്, SR സിമ്പിൾ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ റൈസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ 2 സവോള നല്ല വലിപ്പമുള്ളത് തന്നെ എടുത്ത് കുരുകുരാന്ന് അരിഞ്ഞു കൊടുക്കുക. നല്ല സ്ലൈസ് ആവണം, കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത സവോള നമുക്കൊന്ന് വറുത്ത് കോരി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പം മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന വെളിച്ചെണ്ണ ഓയിലോ എന്താണോ നമുക്കതെടുക്കാം. അതിനകത്തോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കണം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയോ എന്താണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളികളെല്ലാം ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും എല്ലാം ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞൊരിച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ഒരു നല്ല വലിപ്പത്തിലുള്ള 2 തക്കാളിയാണ് കേട്ടോ ഇട്ടുകൊടുച്ചാണ്. കാരണം തക്കാളി റൈസാണല്ലോ, അപ്പോൾ ആ ടൊമാറ്റോയുടെ ഒരു ഫ്ലേവർ വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നല്ല വലിപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഉടഞ്ഞു വരാനായിട്ട് ഇത്തിരി സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ കേട്ടോ. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഒന്ന് മൂടി വെച്ച് അതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിരിക്കുമ്പോഴത്തേനും നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല പരുവായി കിട്ടും. അപ്പോൾ അതേ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 2 സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേ. അപ്പോൾ കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കണ റൈസ് ഇട്ട് കൊടുക്കാം. അധികം റൈസ് ഇടുന്നതിനേക്കാളും നല്ലത് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം എടുക്കുന്നതാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇച്ചിരി കൂടി ടേസ്റ്റി കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇതൊക്കെ പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നിങ്ങളുടെ അടുത്ത് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് വേവിച്ചിരിക്കണ അരിയില്ലേ നമ്മുടെ ആ ചോറിന്ന് ഇട്ട് കൊടുത്തു. ചോറിട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കണ്ടോ, അതുപോലെ നല്ലതായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. നന്നായിട്ട് മിക്സായാൽ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് റെഡ് കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള ഇട്ട് നമുക്കൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഇങ്ങനെ തക്കാളി റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് അച്ചാറിൻ്റെ കൂടെയോ എന്ത് കറിയുടെ കൂടെയാണെങ്കിലും കഴിക്കാം. ജസ്റ്റ് ഒരു അച്ചാറും പിക്കിൾ മാത്രം കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മൾ കഴിച്ചത് ചിലത്തെ ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ ബിരിയാണി റൈസ് ഒന്നും അല്ല കേട്ടോ. അത് സാധാരണ നമ്മൾ അപ്പത്തിനും ദോശയ്ക്കൊക്കെ എടുക്കുന്ന റൈസാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.